നമ്മളെപ്പോഴും കാണുന്നത് മോളെ മാളു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കുഞ്ഞു മക്കളുണ്ടല്ലോ, അവര് വന്നിട്ട് മോളെ മാളു എന്ന് വിളിക്കുമ്പോൾ നമുക്ക് ശരിക്കും പിള്ളേരാണ് ഈ പ്രശ്നം. അതായത് നല്ലതാ മാമി, നല്ലതാ മാമി. നമുക്ക് പോലും പരിചയമില്ലാത്തവര് പച്ചവള ദൂരം തിന്നായിരുന്നു. മാല ചമ്മന്തി നിങ്ങൾക്ക് വായരിഞ്ഞില്ല ഇതൊക്കെ ചോദിക്കുന്നത്. കഴിക്കുന്നില്ലല്ലോ. ഞങ്ങള് ഭയങ്കര ഫ്രണ്ട്ലിയാ. അങ്ങനെ ഭാര്യ ഭർത്താവ് അങ്ങനെയുള്ള ഒന്നും ഇല്ല. ഒരാളെ അങ്ങനെ വഴക്ക് പറഞ്ഞ അങ്ങനൊന്നും ഇല്ല. അപ്പൊ എങ്ങനെയാണ്? അപ്പൊ നമ്മൾ ചില സമയത്തൊക്കെ കോമഡി അടിക്കും. നെല്ലിക്ക തോരൻ വെച്ചതാ എന്തുവാ മോളെ? ഇത് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാർ ഇങ്ങനെ ഒത്തിരി ചർച്ച ചെയ്തൊരു വീഡിയോ ഉണ്ടോ? മത്തി സാമ്പാർ ബോക്സിൽ വന്നിട്ട് ശരിക്കും ഓരോന്നൊക്കെ പറയുമായിരുന്നു. ഞാന് പുറത്തോട്ട് പോകാൻ വേണ്ടി നോക്കുകയാണ്. ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട്, പക്ഷെ പോണോന്ന് എനിക്ക് താല്പര്യം ഇല്ല. ഞാൻ പറഞ്ഞു പോയ ഞങ്ങളുടെ വീട് ഉറങ്ങും. രണ്ടുപേരും മൂത്തോട് മൂന്ന് നോക്കി നിൽക്കണം. ഞങ്ങൾ രണ്ടുപേരും കൂടെ ആരും ഇല്ലല്ലോ മിണ്ടാരൊന്നും. മാള് വന്നിട്ടുമ്പോൾ സന്തോഷവും ചിരിയുമല്ല. സ്വർണ്ണം ഇട്ടപ്പോ ആൾക്കാർ കമന്റ് വന്നു. മാളുവിന് ഭയങ്കര ധൈര്യം ഈ സ്വർണ്ണമൊക്കെ ഇട്ടൊന്ന് നടക്കാം. സാധാരണ ആരും അങ്ങനെ ഇടാൻ സമ്മതിക്കത്തില്ല. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാ ഇട്ടേ പറ്റും. വലിയൊരു ഓല കിട്ടിയായിരുന്നു അപ്പുറത്തെ വീട്ടിൽ. അപ്പൊ ചോദിച്ചാൽ പറഞ്ഞു ഓല അട ഉണ്ടാക്കാന്ന് പറഞ്ഞു. എനിക്ക് പലഹാരം ഉണ്ടാക്കേണ്ട ഓല ചെയ്തു. മോളെ മാളു ഇപ്പൊ ഇന്ന് പലഹാരം ഉണ്ടാക്കി കൊണ്ടുപോവാ. സ്നേഹം അമ്മായിമ്മയും മരുമോളും അല്ല, അമ്മയും മോളും അല്ല, കൂട്ടുകാരെ പോലെയാ. ഹലോ എവറി വൺ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ദിസ് ഇസ് നേഹ മാത്യു. ഇന്ന് നമ്മുടെ കൂടെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഫുഡിൻ്റെ കുക്കിങ്ങിൻ്റെ ഒക്കെ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന 4 പേരാണ് നമ്മുടെ കൂടെ ഉള്ളത് കേട്ടോ. അപ്പോൾ വെൽക്കം അഞ്ജിത രാഹുൽ, അഭിക്കുട്ട, അമ്മ, അച്ഛ, എല്ലാവർക്കും വെൽക്കം ടു ദ ഷോ. അപ്പം അഞ്ജിത രാഹുൽ എന്ന് പറയുന്നതിനെക്കാട്ടും നമ്മളെല്ലാവരും മാളു. ഇന്നെന്താണ് സ്പെഷ്യൽ ഇവിടെ എന്ന് ചോദിക്കണമായിരിക്കും നല്ലത്. നമ്മളെപ്പോഴും കാണുന്നത് മോളെ മാളു ഇത് നമുക്ക് ഉണ്ടാക്കി തരാമോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെപ്പോഴും വീഡിയോയിൽ കാണുന്നത്. അപ്പം മാളു, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് ഇപ്പം ഇതിന് മുമ്പ് ഇന്റർവ്യൂ കൊടുത്തു എന്ന് തോന്നുന്നു. അപ്പം ഇപ്പം ഈ നമ്മുടെ യൂട്യൂബ് തുടങ്ങിയിട്ടാണെങ്കിലും ഇപ്പം ആ ജേണിയെ പറ്റി ഒന്ന് പറയാമോ? എങ്ങനെയാണ് യൂട്യൂബ് തുടങ്ങിയത്? എങ്ങനെയാണ് ഈ ഐഡിയ വന്നത്? കാരണം നിങ്ങളുടെ വീഡിയോസ് നമ്മൾ നോക്കുന്ന സമയത്താണെങ്കിൽ നേരെ അമ്മ വരുന്നു, അമ്മ വന്നിട്ട് ഇങ്ങനെ കുക്കിങ്ങിന്റെ ഇന്നൊരു സംഭവം വെച്ച് ഉണ്ടാക്കാമെന്ന് ചോദിക്കുന്നത്, അങ്ങനെയാണല്ലോ തുടങ്ങുന്നത്. അപ്പം ആ ഒരു ഐഡിയ നമുക്ക് കുക്കിംഗ് ചെയ്ത് തുടങ്ങാം എന്ന് തോന്നിയത് ആർക്കായിരുന്നു? ഹസ്ബൻഡാണ്. ഏട്ടൻ്റെ ഐഡിയ ആണിത് ഫുള്ളും. യൂട്യൂബ് ചാനല് അതെല്ലാം ഏട്ടൻ്റെ ഐഡിയ ആണ്. കുക്കിങ്ങിന്റെ ഓരോ റെസിപ്പിയും എല്ലാം നമ്മുടെ എക്സ്പ്രഷനും കാര്യങ്ങളും എല്ലാം ഏട്ടനാണ് പറഞ്ഞു തരുന്നത്. ഫുൾ കോർഡിനേറ്റ് ചെയ്യണം. അപ്പം അതെ ഏട്ടൻ. ആളിപ്പോ ഇവിടെ ഇല്ലെന്നേ ഉള്ളൂ, പക്ഷെ കാര്യങ്ങളെല്ലാം ഫോണിൽ കൂടി പറഞ്ഞു തരുന്നതെല്ലാം ഏട്ടനാണ്. അപ്പൊ ഫുൾ സെറ്റ് ആക്കി മൊത്തം കോർഡിനേറ്റ് ചെയ്തെല്ലാം റെഡി. അപ്പൊ അമ്മയും അച്ഛനെയും വീഡിയോയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഇല്ല. അമ്മ ഫുൾ ഓണായിരുന്നോ? നിങ്ങൾക്ക് രണ്ടരൊക്കെ എന്തായിരുന്നു ഈ വീഡിയോ ആദ്യം സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് ഇങ്ങനെ വന്ന് വീഡിയോ എടുക്കുമല്ലോ, അപ്പൊ എന്തായിരുന്നു നിങ്ങൾക്ക് രണ്ടരൊക്കെ ഇതേ ഞങ്ങൾ വരണോ വീഡിയോയില്, എന്നാ ശരിയാവോ എന്നൊക്കെ വല്ല ഫീലിംഗ് ഉണ്ടായിരുന്നോ? സന്തോഷമുള്ളായിരുന്നു. എല്ലാത്തിനും ഇങ്ങനെ റെഡി ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഇപ്പം നിങ്ങളെ അപ്പൊ അച്ഛൻ പറഞ്ഞില്ല, അച്ഛൻ ഇത്രയും നേരം സംസാരിക്കുന്നുണ്ടായിരുന്നേ വീഡിയോ തുടങ്ങിയപ്പോഴത്തേക്ക്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കള് ലോകം അറിയുന്ന ഒരാൾക്കാരാകട്ടെ എന്നുള്ളതാണ്. അതോടൊപ്പം ഞങ്ങളും പങ്കാളികളാകുന്നു. ആ കർത്തവ്യത്തിൽ ഞങ്ങളും കൂടി നിന്നാലല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഞങ്ങൾ ഒരിക്കലും നിരാശപ്പെടുത്തുന്നില്ല. ഇവരെന്താവശ്യപ്പെടുന്നുവോ അതിൽ ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും ഉണ്ടാകും. അയ്യോ അടിപൊളി. അപ്പം നിങ്ങളുടെ വീഡിയോസ് നോക്കുകയാണെങ്കിൽ ഇപ്പം സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയതിൻ്റെ ആ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ആവേശത്തിലെ രംഗണ്ണന്റെ സ്റ്റൈലൊക്കെ പിടിച്ച് മാളു ഫുൾ സൂപ്പർ സ്റ്റൈലിഷ് ആയിട്ടായിരുന്നു ആ വീഡിയോ ചെയ്തത്. ഫുൾ മറ്റേ സ്വർണവും ഒക്കെ ഇട്ടൊക്കെ ഇഡിലൊരു വീഡിയോ കേട്ടോ. അത് ആരുടെ ഐഡിയ ആയിരുന്നു? ഇതും ചേട്ടൻ്റെ ഐഡിയ? അതെ, ഏട്ടൻ്റെ ഐഡിയ. അത് എനിക്ക് വയ്യ. അപ്പം അത് ഭയങ്കര കിടലായിരുന്നു. അപ്പം അതിൻ്റെ അടിയിൽ നമ്മൾ കമൻസ് നോക്കുകയാണെങ്കിലും ഇപ്പം ഞാൻ 2-3 കമൻസ് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമായിട്ടുള്ള കുറച്ച് കമൻസാണ്. അപ്പോൾ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ പ്ലേ ബട്ടൺ വെച്ച ഒരു ചമ്മന്തി മോളെ മാളു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മോളെ മാളു പ്ലേ ബട്ടൺ കിട്ടിയ ഒരു തോരൻ വെച്ചതാ. അപ്പൊ ഇങ്ങനത്തെ ഒക്കെ കമന്റ്സ് കാണുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾ എല്ലാവരും കമന്റ്സ് കാണാറുണ്ട്, അച്ഛനും അമ്മയും കമന്റ്സ് കാണാറുണ്ടോ? അപ്പൊ എന്താ ഇങ്ങനെ കമന്റ്സ്? ഇപ്പം പോസിറ്റീവ് കമന്റ്സ് ഉണ്ടായേക്കാം, നമ്മൾ എങ്ങനെ എടുക്കുമ്പോൾ നെഗറ്റീവ് കമന്റ്സ് ഉണ്ടായേക്കാം. അപ്പൊ അതൊക്കെ കാണുമ്പോ എങ്ങനെയാ തോന്നാറ്? നെഗറ്റീവായിട്ട് എടുക്കത്തില്ല, എല്ലാം സന്തോഷമായിട്ട് എല്ലാവരും കണ്ടു കഴിഞ്ഞല്ലേ നമ്മളെ അനുകരിക്കുന്ന എല്ലാവരും. അല്ല, ഞങ്ങളുടെ ഈ കമന്റിനെ പറ്റി ഞങ്ങൾ നല്ല രീതിയിൽ വന്നത് കൊണ്ടാണല്ലോ മറ്റുള്ളവർ ഞങ്ങൾക്കെതിരെ ഒരു കമന്റ് വരുന്നത്.
പക്ഷെ ആ കമന്റ് കൊച്ചു കുട്ടികൾ വരെ ഏറ്റെടുക്കുകയാണ്. കുഞ്ഞു പിള്ളേരുണ്ട്, പിള്ളേര് വരെ. പിള്ളേര് ഞങ്ങളിപ്പോ പല തവണ ഇപ്പൊ ഒരു 10-12 പ്രാവശ്യം ആലപ്പുഴ ഒക്കെ പോയപ്പോഴും മോളെ മാളു എന്നാ വിളിക്കുന്നത്. നമുക്ക് പോലും പരിചയത്തില്ല. പരിചയമില്ലാത്തവര്. കുഞ്ഞുമക്കൾ അപ്പൊ നമ്മളൊരു ഐഡന്റിറ്റി നമുക്ക് അവിടെ കിട്ടുക. ഒരു യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഒരാൾ വന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം. ആ സ്വപ്നം ഈശ്വരാനുഗ്രഹം കൊണ്ടും മറ്റ് നമ്മുടെ ഈ ചാനൽ കാണുന്ന ആൾക്കാരുടെ വിജയം തന്നെയാണ്. ഞങ്ങളുടെ വിജയമല്ല. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒട്ടനവധി ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ ഞങ്ങളുടെ ഇപ്പൊ ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ഉള്ളവരൊക്കെ ഞങ്ങളെ വിളിക്കുന്നുണ്ട്. കാരണം ഇവിടെ ഇവർ പറയുന്നുണ്ട് നിങ്ങളുടെ വീഡിയോ കൊള്ളാം, അടിപൊളിയാണ്. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങൾക്ക് ഒരു പേര് പറയുന്നില്ല, ഒരു ജഡ്ജി തന്നെ പറയുന്നത് എൻ്റെ അമ്മ കാണുന്നുണ്ട്. ജഡ്ജി വരെ പറയുന്നുണ്ട് എൻ്റെ അമ്മ ഈ വീഡിയോ കാണുന്നുണ്ട്. കാരണം അത്രത്തോളം നമ്മളൊരു പോപ്പുലറാണ്. അതുകൊണ്ടാണ് ജനങ്ങൾ ഏറ്റെടുത്തു. അല്ല നമ്മൾ ഇതിനകത്ത് ആരുമല്ല. ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഏത് കാര്യവും വിജയത്തിലെത്താൻ പറ്റത്തില്ല. അതോടൊപ്പം തന്നെ മാളുവിന്റെ തീരുമാനത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുക. പിന്നിലുണ്ട് എപ്പോഴും. മാള് കണ്ടന്റുമായിട്ട് വരും, ഞങ്ങൾ അതിന്റെ പിന്നിൽ. കണ്ടന്റ് ഇപ്പൊ ആലോചിച്ച് എടുക്കണത് ഏട്ടൻ പറഞ്ഞായിരുന്നു. ഞാനത് അച്ഛനും അമ്മയോടും എല്ലാം ഷെയർ ചെയ്ത് പിന്നെ ഉണ്ടാക്കുന്നു. അപ്പൊ ഈ പുറത്തു പോയ ആൾക്കാർ തിരിച്ചറിയണ കാര്യം പറഞ്ഞല്ലോ. അപ്പം അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി, ഇപ്പം ആലപ്പുഴ എവിടെയാണെങ്കിലും പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ എന്തെങ്കിലും ഒരു പെട്ടെന്ന് ആൾക്കാർ വന്ന് സംസാരിച്ച് എന്തെങ്കിലും അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഓർമ്മയുണ്ടോ പെട്ടെന്ന് ചോദിക്കുവാണെങ്കിൽ? എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കുഞ്ഞു മക്കളുണ്ടല്ലോ, അവര് വന്നിട്ട് മോളെ മാളൂന്ന് വിളിക്കുമ്പോൾ നമുക്ക് ശരിക്കും പിള്ളേരാണ് ഈ പ്രശ്നം. അതായത് നമ്മൾ വലിയവരല്ല, അമ്മേ മാളു ചേച്ചി വന്നെന്നും പറഞ്ഞു വരും. ഞങ്ങള് 3-4 ദിവസം മുമ്പേ കല്യാണ വീട്ടിൽ പോയായിരുന്നു. കുഞ്ഞു പിള്ളേര് 5 വയസ്സ് പോലും ഇല്ല. പച്ചവള ദൂരം തിന്നായിരുന്ന നിങ്ങൾക്ക് വായരിഞ്ഞില്ല എന്നൊക്കെ ചോദിക്കുന്നത്. കഴിക്കുന്നില്ലല്ലോ. നല്ല അഭിപ്രായം. കൊച്ചുകുട്ടികൾ തന്നെ ഒട്ടനവധി ഇത് അനുകരിക്കുന്നുണ്ട്. നമുക്ക് ആ വീഡിയോസ് പേരൻസ് അയച്ചു തരും. അപ്പൊ നമ്മുടെ പേജിലോട്ട് അയച്ചു തരുമ്പോ നമുക്ക് അത് കാണുമ്പോ ശരിക്കും സന്തോഷം തോന്നും. എന്നാലും കുഞ്ഞുമക്കൾ അങ്ങനെ ചെയ്യുന്നല്ലോ, അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കുമല്ലോ. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസാ കൊച്ചു പിള്ളേരായിരുത്തി. അപ്പൊ അതുപോലത്തെ കമന്റ്സ് കാര്യം പറഞ്ഞു. അപ്പൊ ഇവിടെ നമ്മുടെ രാഹുൽ ചേട്ടന്റെ കമന്റ്സ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലൈറ്റ്. ഈ ഒരു വീഡിയോ എടുത്ത് നോക്കിയപ്പോ ഞാൻ ഒരെണ്ണാണ് സിൽവർ ബട്ടന്റെ കമന്റ് ആയിരുന്നു. യൂട്യൂബിൽ നിന്ന് സിൽവർ ബട്ടൺ കിട്ടിയത് കൊണ്ട് എല്ലാവർക്കും ഞങ്ങളുടെ വക മണ്ണിര ന്യൂഡിൽസ് തരുന്നതായിരിക്കും. ശരിക്കും മണ്ണിര ന്യൂഡിൽസ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമന്റ്സ് നോക്കുന്ന സമയത്ത് ഇപ്പൊ ഇത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പം ബാക്കി കമന്റ്സിനെക്കാട്ടും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചിരി വരെയും സ്വന്തം തന്നെ നമ്മൾ ട്രോളുന്നതാണോ എന്താണ് മനസ്സിലാവാത്തത് ശരിക്കും പറഞ്ഞാൽ രാഹുൽ ചേട്ടന്റെ കമന്റ്സ് ആണ്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ രാഹുൽ ചേട്ടൻ മനഃപൂർവ്വമായിട്ട് ഇങ്ങനെ ഇടുന്നതാണോ ഓർ ഇങ്ങനെ വെറുതെ ഇതായിട്ട് ഇടുന്നതാണോ? എല്ലാവരുടെയും കമന്റ്സ് അത് സീരിയസ്ലി എടുക്കാത്തോണ്ടായിട്ടാണ് അങ്ങനെ ഒരു കമന്റ്സ് ഇടുന്നത്. നമുക്ക് സന്തോഷമുണ്ട്. എല്ലാവരും ഇപ്പൊ നമ്മളെ കളിയാക്കി ഇടുവാണെങ്കിൽ പോലും ഞങ്ങളത് എൻജോയ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കമന്റ് ഇടുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോന്റെ അകത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ മുഖം കാണിച്ചു പോകും, മുഖം കാണിച്ചു നേരെയൊക്കെ കയറി നല്ലതാ മാമി, നല്ലതാ മാമി. അപ്പൊ അങ്ങനെ പോകുന്ന നമ്മുടെ അബിക്കുട്ടനുണ്ട്. അപ്പൊ അബിക്കുട്ടന്റെ വിശേഷങ്ങൾ കേൾക്കട്ടെ. സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ ആൾക്കാരൊക്കെ പറയാറുണ്ടോ? ആൾക്കാരൊക്കെ പറയാറുണ്ട് എന്റെ വീഡിയോ കണ്ടായിരുന്നു, ഇന്റർവ്യൂ ഒക്കെ വരുന്നുണ്ടല്ലേ, അങ്ങനെയൊക്കെ പറയാറുണ്ട്. ടീച്ചർമാരെല്ലാം കണ്ടത് അവർക്കെല്ലാം ഇഷ്ടമാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മാമിനെ പറ്റി, മാളിനെ പറ്റി, അമ്മ അച്ഛനെ പറ്റിയൊക്കെ പറയാറുണ്ടോ? കൂടെയുള്ള ഫാൻസ് ഒക്കെയാ, കൂടെയുള്ള പിള്ളേർ ഫാൻസ് ഒക്കെ ഉണ്ടോ? ഉണ്ട്. സ്കൂളിൽ ഫാൻസ് ഒക്കെ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു അനുഭവം ഉണ്ടാവില്ലേ? നമ്മൾ സ്കൂളിൽ പോയിട്ട് നമ്മൾ മറ്റേ വലിയ ആളാണല്ലോ, യൂട്യൂബ് ഒക്കെ ഉണ്ട്, ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട്, നമ്മൾ അങ്ങനെയൊക്കെ തോന്നാറുണ്ട് അബിക്കുട്ടന്? ബർത്ത്ഡേക്കൊക്കെ ഗിഫ്റ്റ് തന്നു പിള്ളേര്. ഫ്രണ്ട്സ് തന്നെയോ? എന്നിട്ട് ഈ യൂട്യൂബിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയായിരുന്നോ? അങ്ങനെ പറയും നല്ലതാ മാമി എന്ന് പറയും ആ പിള്ളേരെ. അവിക്കുട്ടനെ അല്ല, നല്ലതാ മാമി. എല്ലാരും അങ്ങനെ വിളിക്കുന്നു, നല്ലതാ മാമി. തിരക്ക് നമ്മൾ നല്ലതാ മാമി. ടീച്ചർമാരും ഇടയ്ക്കിടയ്ക്ക് നല്ലതാ മാമി എന്ന് പറയും. കാണുന്നുണ്ടെന്ന് പറഞ്ഞു. ടീച്ചർമാരും എല്ലാവരും സപ്പോർട്ടാ. നമ്മളൊരു ദിവസം അബിക്കുട്ടിന് ക്ലാസ് തുടങ്ങുന്നതിന്റെ സമയത്ത് നമ്മൾ പോയായിരുന്നു. സ്കൂളിൽ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പം ടീച്ചർമാരൊക്കെ കുറെ പേരെയൊക്കെ കാണിച്ചായിരുന്നു. അപ്പൊ എല്ലാവർക്കും സന്തോഷമുണ്ട് അതില്. എല്ലാരും ആക്ച്വലി പറഞ്ഞ സപ്പോർട്ടീവ്. അതെ, സപ്പോർട്ടാണ്. ഇപ്പൊ നമ്മുടെ ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങളോട് നെഗറ്റീവ് ആയിട്ട് പറയുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? ഇങ്ങനെ നമ്മുടെ സൊസൈറ്റി തന്നെ ഇങ്ങനെ കമന്റ് സെക്ഷൻ അല്ല, അത് അതിനകത്തെന്ന് പറയുന്നത് നമ്മൾ എന്ത് കാര്യത്തിലും നെഗറ്റീവ് ഉണ്ടല്ലോ. ആ നെഗറ്റീവ് ഉണ്ടെങ്കിലല്ലേ അതിനൊരു നമുക്കൊരു പ്രചോദനം ഉണ്ടാകത്തുള്ളൂ. അപ്പം നെഗറ്റീവ് നമുക്ക് വേണം, അതിനകത്ത് നമ്മൾ തള്ളിക്കളയുന്നില്ല. എന്നാൽ ആ നെഗറ്റീവ് കമന്റ് ഞങ്ങൾ വായിക്കും. ഞങ്ങൾ എല്ലാ കമന്റും വായിക്കും. ആ നെഗറ്റീവിൽ നിന്ന് ഞങ്ങൾ പുതിയ ഒരു ഉണർവിലേക്ക് വീണ്ടും വരുവാണ്, സ്ട്രോങ് ആയിട്ട്. ഇപ്പൊ ഞങ്ങളിപ്പോ ഈ മാർച്ച് 2-ാം തീയതി ആയിരുന്നു മോടെ വിവാഹം.
മാർച്ച് 9-ാം തീയതിയാണ് ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഏതാണ്ട് 1,76,000 അല്ലേ? അപ്പം അങ്ങനെ വന്നപ്പോൾ ജനങ്ങൾ അംഗീകരിച്ചല്ലോ ഇത്ര ദിവസം കൊണ്ട്. അതാണ്. പിന്നെ ഞങ്ങളൊരു യൂട്യൂബിൻ്റെ ഇതിൻ്റെയൊക്കെ ചോദിച്ചപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞ് നിങ്ങളെ എന്ന് തിരിച്ചറിയുന്നുവോ അന്നാണ് നിങ്ങൾ വില്ലനായി വരുന്നത്. കാരണം എന്താണ്, നിങ്ങളെ തിരിച്ചറിയണം. അപ്പം നിങ്ങളെ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ പണിയെടുക്കണം. നമ്മൾ പണിയെടുത്തെങ്കിൽ മാത്രമേ സമൂഹം നമ്മളെ തിരിച്ചറിയത്തുള്ളൂ. അപ്പോൾ ആ സമൂഹം, ആ അദ്ദേഹം പറഞ്ഞ വാക്ക് ഞങ്ങൾ 100% ശിരസാവഹിച്ചുകൊണ്ട് ഞങ്ങൾ പുതിയ പുതിയ ഉണർവിലേക്ക് പോവുകയും അത് ജനങ്ങൾ നെഞ്ചിൽ വെച്ച ഒരു സംഭവമാണ്. അപ്പം നമ്മൾ പറഞ്ഞു തന്നെ അച്ഛൻ ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സിനെ പറ്റിയിട്ടൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോട്ടിവേഷനാണ്. തീർച്ചയായിട്ടും. കാരണം നമുക്ക് അവരെ വേണം. അവർ നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് അവർ അഭിപ്രായം പറയുന്നത്. അതെ, അത് കണ്ടിട്ട് അവര് നെഗറ്റീവ് പറഞ്ഞ് അങ്ങോട്ട് പോകും. അത് നല്ലതല്ലേ, അവര് കണ്ടോട്ടെ. അത് നമുക്ക് കൂടുതൽ ആൾക്കാർ കാണുകയും ചെയ്യും. ഇപ്പൊ പൊതുവെ നെഗറ്റീവ് സംഭവങ്ങളാണല്ലോ കൂടുതൽ ആൾക്കാർ. കമന്റ്സ് ആണെങ്കിലും നമ്മൾ നെഗറ്റീവാ കുറച്ചുകൂടെ നോക്കുക. അപ്പം ആ വഴി നമ്മുടെ വീഡിയോസ് ആക്ച്വലി കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് എത്തുകയും ചെയ്യും. പിന്നെ ഈ വീഡിയോക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ ഷെഫാണ്. അപ്പൊ അവന് കുറച്ച് കാര്യങ്ങൾ ഇതിനെപ്പറ്റി അറിയാം. അപ്പൊ അറിയാവുന്നതുകൊണ്ട് കൂടുതൽ നമ്മൾ തല പോകേണ്ട. കാരണം അദ്ദേഹം തന്നെ അത് കണ്ടെത്തി. 10 പ്രാവശ്യം എടുക്കണം ഒരെണ്ണം. അയച്ചു കൊടുക്കും പെട്ടെന്ന്. ആയില്ല എന്ന് പറയും. നമ്മളെ വീഡിയോ എടുത്തിട്ട് അയച്ചു കൊടുക്കും ഏട്ടന്. ഏട്ടൻ ഡ്യൂട്ടിയിലാണെങ്കിലും പെട്ടെന്ന് നോക്കിയിട്ട് പറയും ചെറിയൊരു പോരാഴിയുണ്ട്, ഒന്നും കൂടെ ചെയ്യും. അപ്പൊ ആ സാധനം മൊത്തം ഒന്നുകൂടെ ചെയ്യൂ. നമ്മള് ഓരോ ഷോർട്ടായിട്ടാ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ആദ്യം മോളെ മാളൂ എന്ന് പറഞ്ഞ ആദ്യം റെസിപ്പി ആയിട്ട് വരും. അതൊന്ന് ചെയ്തിട്ട് നമ്മൾ അയച്ചു കൊടുക്കും. അപ്പൊ തന്നെ അയച്ചു കൊടുക്കും. അതെ അതെ, അങ്ങനെ നമ്മൾ ഓരോ പാട്ടാ. പിന്നെ പ്രിപ്പയർ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ നമ്മൾ അങ്ങനെ പിന്നത്തേക്ക് വെക്കാതെ. അത് എന്തായാലും ശരിയായിട്ട് വരും. പിന്നെ ലാസ്റ്റിലത്തേതും വീണ്ടും ചെയ്യണമെങ്കിൽ വീണ്ടും ചെയ്യും. അങ്ങനെ അപ്പൊ അവിടുന്ന് ഓക്കെ അടിക്കണം. ഓക്കെ വന്നില്ലെങ്കിൽ എന്തെങ്കിലും പാവപ്പിഴ ഉണ്ടെന്ന് മനസ്സിലാക്കണം. കൊണ്ടുവരുമ്പോ അമ്മ കഴിച്ചു നോക്കാന്ന് പറയും. അന്നേരം നോക്കുമ്പോ ശരിയായില്ല, വായിലിട്ട് വെച്ചാൽ ശരിയായില്ല, സ്പൂൺ കൊണ്ട് കോരിത് ശരിയായില്ല, ചിരിച്ചില്ല, ഒരു ആഴ്ചത്തോട്ട് പോയി ചവച്ചത്. അപ്പൊ ഇങ്ങനെ ഇടയ്ക്ക് തോന്നി എന്റെ ദൈവമേ ഇതെന്താ തീരാത്തേന്ന് തോന്നാറുണ്ട് അമ്മയ്ക്ക്. പിന്നെ അങ്ങനില്ല, അമ്മയ്ക്ക് ഇഷ്ടമാ. എന്നാലും ലാസ്റ്റ് ഞാൻ പറയും മതി, 5 പ്രാവശ്യം ആയില്ലെന്ന് പറയാം, എന്നാ മതി. ഓക്കെ പറയാം ലാസ്റ്റ്, എന്നാ മതി. ഓക്കെ. ഇപ്പം ചേട്ടന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ ചേട്ടൻ ഇവിടെ ഇല്ലല്ലോ, പുറത്താണല്ലോ. അപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യത്തിലേക്ക് വരാൻ നിങ്ങൾ രണ്ടുപേരും എന്തായിരുന്നു, ലവ് മാരേജ് ആയിരുന്നോ? അതെ, ലവ് മാരേജ് ആയിരുന്നു. അപ്പൊ എങ്ങനെയാണ്? ലവ് വിത്ത് അറേഞ്ച് മാരേജ് ആയിരുന്നു. അപ്പൊ എങ്ങനെയുണ്ട്? അതിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 3 മാസം ആയിട്ടല്ലോ? 5 മാസമായി. അപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടാണെങ്കിൽ ഇപ്പം എത്ര കാലമായി? ഞങ്ങള് ഡിസംബറിലായിരുന്നു. ഡിസംബറിലാണ് തുടങ്ങിയത്. ഡിസംബർ 31-ാം തീയതി ആയിരുന്നു നമ്മള് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പൊ ഇത്രയും ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ചെറിയൊരു കാലയളവിലാണ് ഇത്രയും ആൾക്കാരൊക്കെ അറിയപ്പെടുന്ന രീതിയിലൊക്കെ ഉള്ളത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടനും രാഹുൽ ചേട്ടനും മാളുവും കൂടെ ഉള്ള ഒരു ഡൈനാമിക്സ് എങ്ങനെയാണ്? നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു എങ്ങനെയാണ് അത് കേൾക്കാൻ ആൾക്കാർക്കുണ്ട്. കാരണം നിങ്ങൾ ചേട്ടന് വീഡിയോസ് വരുന്നില്ലല്ലോ. അപ്പൊ ശരിക്കും നമുക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ. ഞങ്ങള് ഭയങ്കര ഫ്രണ്ട്ലിയാ. അങ്ങനെ ഭാര്യ ഭർത്താവ് അങ്ങനെയുള്ള ഒന്നും ഇല്ല. ഒരാളെ അങ്ങനെ വഴക്ക് പറയുന്നത് അങ്ങനൊന്നും ഇല്ല. ഞങ്ങള് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാ ഇതുവരെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം മാളുവിന്റെ വീട് ഇവിടെ എവിടെയാണ്? പത്തനംതിട്ട ജില്ലയാണ്. പത്തനംതിട്ട ജില്ലയിലെ അടൂര്. അപ്പം സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ പറയാനാണെങ്കിൽ ഇപ്പം വീട് മാറി ഇപ്പൊ ഇവിടെയാണല്ലോ, ഇപ്പൊ ആലപ്പുഴയിലാണല്ലോ. അപ്പൊ വീട്ടിലെ കാര്യം പറയാനാണെങ്കിൽ എങ്ങനെയാണ് വീട്ടിലെ പരിപാടികളൊക്കെ? വീട്ടില് എനിക്ക് അമ്മയുണ്ട്, പപ്പയുണ്ട്, ചേട്ടനുണ്ട്. ചേട്ടന്റെ കല്യാണം കഴിഞ്ഞു, വൈഫ്. പിന്നെ ചേട്ടനും വൈഫും ദുബൈയിലാണ്. ചേട്ടത്തി നേഴ്സാണ്. പിന്നെ പപ്പ മരിച്ചുപോയി, ഇപ്പൊ ഒരു 7 മാസമായി. അപ്പം എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു വീട്ടിലെല്ലാം? അതെ, സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. അടിപൊളി. അപ്പൊ അവര് വീഡിയോസ് ഒക്കെ കണ്ട് ഇങ്ങനെ പറയാറുണ്ടോ? അതെ, കാണാറുണ്ട്. ഇങ്ങനെ കാരണം അവർക്ക് അവിടെ ഇരുന്നിട്ട് അറിയാൻ പറ്റൂല ഇവിടെ എന്താണ് മാള് ചെയ്യണത്, മാള് എന്താണ് പരിപാടി, സന്തോഷമായിട്ട് കുക്കിംഗ് ഒക്കെ ആണോ എന്നൊക്കെ കാണാൻ പറ്റുമ്പോ പറയാറുണ്ടോ? അതെ, നല്ല അഭിപ്രായം. വീഡിയോസ് കാണാറുണ്ട്, ഇഷ്ടമാണെന്ന് പറയാം. ഇഷ്ടമാണ്. ഇപ്പൊ ഇവിടെ ആണെങ്കിലും ഇപ്പം അമ്മയാണെങ്കിലും ഉണ്ട് കുക്കിംഗ് ഒക്കെ. അപ്പൊ അവരെല്ലാരും ഫുൾ പോസിറ്റീവായിട്ട് ലിങ്ക് എല്ലാം അയച്ച് എല്ലാം കാണാറൊക്കെ ഉണ്ട്. അപ്പൊ അതെ, കാണാറുണ്ട്. ഇവിടെ പറയുകയാണെങ്കിൽ ആരാണ് കൂടുതൽ ആക്റ്റീവ് ഈ കാര്യത്തിൽ, ഈ നമ്മുടെ കുക്കിംഗ് കാര്യത്തിൽ? അമ്മയാണോ, അച്ഛനാണോ, അല്ലെങ്കിൽ അഭിക്കുട്ടനാണോ, അല്ലെങ്കിൽ മാളുവാണോ? ആരാണ് കൂടുതൽ ആക്റ്റീവ് ഇതില്? ഞാൻ നോക്കട്ടെ, എല്ലാരും ഒരേ രീതിയിലാണ് മുന്നോട്ട് വരുന്നത്. അങ്ങനെ ഇന്ന ആളെന്നല്ല, ഞങ്ങൾ ഏത് റെസിപ്പി ചെയ്താലും ഞങ്ങൾ എല്ലാരും കൂടി ചർച്ച ചെയ്തിട്ടാണ് ഞങ്ങൾ ചെയ്യാറുള്ളത്. പക്ഷെ ഇങ്ങനെ ഉണ്ടാവില്ലേ, ചിലപ്പോ ഉണ്ടാവില്ലേ, ബാ നമുക്കിത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്യണതായിരിക്കും മാളു തന്നെ. എല്ലാം മാളു തന്നെ. സഹകരണാണല്ലേ കൂടെ. സവോള പായസം, ഓലയട, അത് ഇവിടുത്തെ നിങ്ങളുടെ കുക്കിംഗ് വീഡിയോസ് നോക്കി കഴിഞ്ഞാൽ
വെറൈറ്റി സംഭവങ്ങളാണ്. നമ്മൾ അതിലേക്ക് ഇത് വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ കർത്താവേ നമ്മൾ ആലോചിച്ച് പോകുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ്. എന്നിട്ട് അവസാനം ഈ ഉണ്ടായിക്കൊണ്ട് അച്ഛൻ്റെ അടുത്ത് വരുന്ന സമയത്ത് അച്ഛൻ എപ്പോഴെങ്കിലും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇത് ശരിയായില്ല ദൈവമേ എന്നാലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? അല്ല, നമ്മളെ കാത്തു ഒട്ടനവധി ആൾക്കാർ വീഡിയോ ഇടുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് നോക്കിയിരിക്കുക. അപ്പൊ നമുക്ക് അവർക്കും ഒരു ഇംഗിതം വേണ്ടേ? എങ്കിലല്ലേ നമ്മുടെ കാര്യങ്ങളിലും മുന്നോട്ടുള്ളൊരു ഇതുള്ളു. അപ്പൊ നമ്മൾ ചില സമയത്തൊക്കെ കോമഡി അടിക്കും. ഓക്കെ ഓക്കെ. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഇപ്പം എല്ലാ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കി വെച്ചിട്ട് ചിലപ്പം അവിടെ ചിലപ്പോൾ ഉപ്പ് കൂടിപ്പോയെന്ന് വരാൻ, ചിലപ്പോൾ അല്ലെങ്കിൽ മുളക് കൂടിപ്പോയി, അപ്പം അച്ഛൻ വിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല, അങ്ങനെയാണോ? ഇല്ല, അങ്ങനെ സംഭവിച്ചിട്ടില്ല ഇന്ന് വരെ. അതാ ഇതിലൊക്കെ രസം. കാരണം എന്താണെന്നറിയാം, അത് വളരെ ശ്രദ്ധിച്ചാണ് കാര്യം ചെയ്യുന്നത്. നമ്മൾ എന്ത് സാധനം എടുത്താലും ഇന്ന് വരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. അപ്പൊ ഫുൾ അടിപൊളി കുക്കിംഗ് ആണ്. അപ്പൊ ശരിക്കും സെറ്റപ്പ് അവിടുന്ന് പറയും, ഇന്ന രീതി ചെയ്തോളാൻ പറയും. അളവ് സഹിതമായിട്ടും പറഞ്ഞു തരും. അപ്പൊ ഇതിനു മുമ്പ് കുക്കിംഗ് ഇഷ്ടമുള്ള ആളായിരുന്നോ? കുക്കിംഗ് ഇഷ്ടമായിരുന്നു. ആയിരുന്നു. ഞാൻ ഓർത്ത് ഇനി അല്ലാണ്ട് യൂട്യൂബ് വന്നതിന് ശേഷം അല്ലല്ല, കുക്കിംഗ് ഇഷ്ടമായിരുന്നു. പക്ഷെ ഈ വീഡിയോ ചാനൽ ഇതൊന്നും എനിക്ക് അങ്ങനെ പരിചയമില്ലായിരുന്നു, അറിയത്തില്ല ശരിക്കും പറഞ്ഞാൽ. പേടിയായിരുന്നു ക്യാമറയുടെ മുന്നിൽ വരാൻ വേണ്ടി. അപ്പൊ ഏട്ടനാണ് ചെയ്യുന്നും പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുവന്നത്. അപ്പോഴും ആദ്യമൊക്കെ മടിച്ചു നിൽക്കുമായിരുന്നു, പിന്നെ എല്ലാം സെറ്റായി വന്നു. അബിക്കുട്ടൻ എന്തെങ്കിലും റെസിപ്പി പറയാറുണ്ടോ? അല്ലെങ്കിൽ അബിക്കുട്ടൻ ഫുൾ സപ്പോർട്ടാണോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുണ്ടാക്കി നോക്കിയാലോ എന്ന് വല്ലതും പറയാറുണ്ടോ? അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ രണ്ടുപേരും? കോവയ്ക്ക ജ്യൂസ് ഒക്കെ ആണോ? കുക്ക് ചെയ്യുവോ? പറ, വിശേഷം കേൾക്കട്ടെ. അതല്ലേ നമ്മൾ ഇരിക്കുന്നത്. കോവയ്ക്ക ജ്യൂസ് ആയിരുന്നോ ഉണ്ടാക്കാന്ന് പറഞ്ഞത്? അപ്പൊ എങ്ങനെ ചുമ്മാ ഒരു ദിവസം ഇരുന്നപ്പോ ഇങ്ങനെ ഐഡിയ വന്നതാ നമുക്ക് എന്താ ചെയ്താലോ എന്ന്? വെറുതെയോ? എന്റെ ദൈവമേ, അടിപൊളി. എന്നിട്ട് മാമിയോട് പറഞ്ഞു? മാമി ഓണായിരുന്നു. എന്നിട്ട് അത് ചെയ്ത് സക്സസ്ഫുൾ ആയിരുന്നോ? അതെ, അടിപൊളി. അപ്പൊ അതുപോലെ തന്നെ ഇപ്പം ഒരു കുക്കിങ്ങിന്റെ സമയത്ത് നമ്മളൊരു റെസിപ്പി ചെയ്യുമ്പോൾ ഈ ഒരു സംഭവം ഇട്ട എന്തായാലും ദൈവമേ ട്രോള് വരുമെന്ന് തോന്നി അങ്ങനെ എന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റം ഉണ്ടായിരുന്നു നിങ്ങൾ ചെയ്തത്? അല്ലെങ്കിൽ വീഡിയോ ഇട്ടതിന് ശേഷം നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു വീഡിയോന് ഭയങ്കരമായിട്ടും ട്രോള്, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാർ ഇങ്ങനെ ഒത്തിരി ചർച്ച ചെയ്തൊരു വീഡിയോ ഉണ്ടോ? മത്തി സാമ്പാർ. സാമ്പാറെന്ന് കേൾക്കുമ്പോ തന്നെ ഭയങ്കര മത്തി സാമ്പാറോ? അപ്പൊ അതിന്റെ എന്തൊക്കെയാ നിങ്ങള് ഇങ്ങനെ കമന്റ്സ് ഒക്കെ വായിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഓർമ്മയിലുണ്ടോ? ഇന്ന കമന്റ് കമന്റ് മാത്രമല്ല, ഇൻബോക്സിൽ വന്നിട്ട് ശരിക്കും ഓരോന്നൊക്കെ പറയുമായിരുന്നു. എന്തുവാ, നമ്പൂതിരിമാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളെ അങ്ങനെ ചെയ്യും ഇങ്ങനെ അങ്ങനൊക്കെ. കാരണം നമ്മുടെ നാടൻ ഫുഡാണല്ലോ സാമ്പാർ. അങ്ങനെ അതിൽ മത്തി ഇട്ട് കഴിയുമ്പോ അത് വേറൊരു ഇതായി പോതില്ലേ, അതുകൊണ്ട്. പക്ഷെ സൂപ്പറായിരുന്നു. നമ്മള് പ്രതീക്ഷിക്കാത്തൊരു ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു അങ്ങനെ നമ്മള് പ്രതീക്ഷിക്കാത്ത രണ്ട് ഐറ്റംസ് കൊണ്ടുവരുമ്പോ അടിപൊളി കോമ്പിനേഷൻ നമുക്ക് കിട്ടും തോന്നണല്ലേ? അപ്പൊ അതിനകത്ത് നമ്മൾ എല്ലാ ഐറ്റവും, സാമ്പാറിന്റെ എല്ലാ ഐറ്റവും അതിനകത്ത് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു വെറൈറ്റിയും കൂടി അതിനകത്ത് വിടുക. ഫ്രഷ് മത്തിയ. പക്ഷെ നമ്മള് കേൾക്കുമ്പോ അതായിരിക്കും ഇത് മത്തി സാമ്പാർ എന്തായിരിക്കും സംഭവം. അമ്മ എന്തോ പറയാൻ വരികയായിരുന്നു. എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടായിരുന്നു. ഞങ്ങളത് വൈകുന്നേരം ഞങ്ങളത് കഴിച്ചു. നല്ലതായിരുന്നു. അതിന്റെ കൂടെ ഇപ്പൊ എന്താ കഴിച്ചത്? കപ്പയും മത്തി സാമ്പാറും. മത്തി സാമ്പാർ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളിവിടെ നോക്കുകയാണെങ്കിലുണ്ടല്ലോ, അപ്പൊ നമ്മൾ വന്നപ്പോഴത്തേക്കാണെങ്കിൽ അച്ഛൻ ഇങ്ങനെ അമ്മേന്റെ അടുത്ത് നമുക്കിങ്ങനെ കാണാം, സ്നേഹമൊക്കെ ഇങ്ങനെ കാണാം. ഇവരെപ്പോഴും ഇങ്ങനെയാണോ? ഭയങ്കര സ്നേഹത്തിലാണ് ഇവരെപ്പോഴും. ഇപ്പൊ വന്നപ്പോഴാണെങ്കിൽ ഭയങ്കര കൂട്ടാണ്. ഇപ്പൊ എല്ലാ കാര്യങ്ങൾക്കാണെങ്കിലും സപ്പോർട്ടീവായിട്ട് രണ്ടുപേരും ഒറ്റക്കെട്ടായിട്ടാണ്. ഒറ്റക്കെട്ടാ, എല്ലാരും മക്കളെ പോലെ കാണുന്നതേ. കൊച്ചുമോനൊന്നും ഇല്ല, മരുമക്കളെ ആണേലും എല്ലാം മക്കളായിട്ടാണ് കാണുന്നത്, ഒരേപോലെ തന്നെ. അടിപൊളി. അതുപോലെ തന്നെ ഇപ്പം ഈ വീഡിയോസ്, നമ്മുടെ മാളുവിന്റെ വീഡിയോസ് നോക്കുകയാണെങ്കിൽ മാളുവിന്റെ ലൈക്ക് ഡ്രസ്സിങ്ങും നമ്മുടെ അത് ഒരു പ്രത്യേക രീതിയുണ്ട്. ഇപ്പൊ നമ്മൾ വീട്ടിലിരുന്ന് അത് മുടി കെട്ടുന്നതാണെങ്കിലും ഇപ്പം ആഭരണങ്ങളാണെങ്കിലും ഡ്രസ്സാണെങ്കിലും ഒരു പ്രത്യേക രീതിയുണ്ട്. നമ്മൾ കാണുന്ന പോലത്തെ ഒരു നോർമൽ ആയിട്ടുള്ള രീതി അല്ലാണ്ട് ഒരു ഡിഫറെന്റ് വെറൈറ്റി ആയിട്ടുള്ള രീതിയാണ്. അപ്പൊ ഈ ഡ്രസ്സിങ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചേട്ടൻ പറഞ്ഞ രീതി വെച്ചിട്ടാണ് അവർ വീട്ടിലിടുന്ന ഡ്രസ്സ്? അങ്ങനെയാണോ? വീട്ടിലിടുന്ന ഡ്രസ്സ് സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല, നമ്മള് നോർമലി ഇടുന്ന ഡ്രസ്സ് തന്നെയാണ്. അപ്പൊ അല്ലാണ്ട് ഇതിന് വേണ്ടിയിട്ട് ആലോചിച്ച് നമ്മൾ ഇടാൻ വേണ്ടി മേടിച്ചതായിരുന്നു. പിന്നെ ഓരോ ദിവസം കുളിച്ചു കഴിയുമ്പോ ഓരോ ദിവസം ഇത് ഇട്ടിട്ട്. ഇവിടെയാണെങ്കിൽ 3 നേരം കുളിക്കണം. കാലാവസ്ഥ ചൂട് പെട്ടെന്ന്
അവിടെയൊക്കെ ഭയങ്കര തണുപ്പാ നമ്മുടെ സ്ഥലത്തൊക്കെ. അപ്പൊ ഇവിടെ വന്ന് ഭയങ്കര ചൂട്. അപ്പൊ അത് ഞാൻ ആലോചിച്ചു 3 നേരമൊക്കെ കുളിച്ചു കഴിഞ്ഞാൽ എത്ര തവണ ഡ്രസ്സ് മാറേണ്ടി വരും ദൈവമേ. അപ്പൊ ഇങ്ങനെയാണ് പൊതുവെ ഈ ഡ്രസ്സിങ്ങിലാണ് വീട്ടില് അതെ നമ്മള് അല്ല വീഡിയോക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം ഡ്രസ്സ് എടുത്തൊന്നുമില്ല. മാറത്തുള്ളൂ. അന്ന് ഇടുന്ന ഡ്രസ്സ് ഇട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ബിക്കോസ് നമ്മളിങ്ങനെ കാണുമ്പോൾ ഇത് സ്ട്രാറ്റജി ആണോ ദൈവം, ഇവരുടെ ന്യൂസ് ഒക്കെ അടിപൊളിയാണ്, ഇവരുടെ വീഡിയോസ് അടിപൊളിയാണ്, ഡ്രസ്സിക്കും കൂടെ ഇവരുടെ ഇനി സ്ട്രാറ്റജി ആണോ എന്നുള്ളതാണ് ആൾക്കാരുടെ സംശയം. അപ്പൊ അങ്ങനെയല്ല എന്നാണ് സംഭവം പറയണത്. അങ്ങനെയല്ല. പിന്നെ സ്വർണ്ണം ഇട്ടപ്പോ ആൾക്കാർ കമന്റ് വന്നു മാളുവിന് ഭയങ്കര ധൈര്യം ഈ സ്വർണ്ണമൊക്കെ ഇട്ടോണ്ട് നടക്കാം. അതായത് അത് ഇവിടെ അച്ഛനും അമ്മയും നമ്മള് വന്ന കാലം പോലെ നമ്മളിടും. അപ്പൊ പിന്നെ നമ്മുടെ കൊച്ചിന് നമ്മൾ ഇട്ട് കൊടുക്കണം. നമ്മളൊരിക്കലും ഊരാനൊന്നും ഇട്ട് കൊടുത്തത്. അത് രണ്ട് ഈ കയ്യില് വളയും ഇത് ഊരാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പാലയൊന്നും ഊരാൻ പാടില്ല. അങ്ങനെയാണ്. സാധാരണ ആരും അങ്ങനെ ഇടാൻ സമ്മതിക്കത്തില്ല. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാ ഇട്ടേ പറ്റും. നമ്മള് വന്ന കാലം പോലെ ഇടും ഇതൊക്കെ. പിന്നെ നമ്മുടെ കൊച്ചിന് ഇട്ട് കൊടുക്കണ്ടേ. ശരിയാ, അത് അമ്മ പറഞ്ഞു ശരിയാണ്. അങ്ങനെ അപ്പൊ അതുപോലെ തന്നെ നമ്മള് മാളും അമ്മായിയമ്മയാണല്ലോ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും. അപ്പൊ നിങ്ങൾ രണ്ടുപേരുടെ ഇവിടെ ബന്ധം എങ്ങനെയാണ്? അത് ആൾക്കാർക്ക് അറിയാൻ നല്ലൊരു ഇഷ്ടമായിരിക്കും. കാരണം വീഡിയോസിലൊക്കെ മോളെ മാളു എന്ന് പറഞ്ഞാൽ തുടങ്ങണ തന്നെ അമ്മയാണല്ലോ. എന്റെ അമ്മയ്ക്കാണ് ഫുഡ് തരുന്ന അവസാനം. അപ്പൊ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള എങ്ങനെയാണ്? രണ്ടുപേരും സ്നേഹമാണ്. സ്നേഹം. എന്നാലും നിങ്ങൾ തമ്മിൽ അടി ഒന്നും ഉണ്ടാവില്ല. ഞങ്ങൾ അമ്മായിനെ അടിവെക്കാനുള്ളതൊന്നും ഇല്ല. ഒന്നുമില്ല. ഭയങ്കര സ്നേഹത്തിലാണ്. ഒരു കുഴപ്പമില്ല. അമ്മായിമ്മയും മരുമോളും അല്ല, അമ്മയും മോളും അല്ല, കൂട്ടുകാരെ പോലെയാ. അമ്മ എന്തുണ്ടെങ്കിലും പറയാം അമ്മയോട്, എന്തും പറയാം. ഞങ്ങളെല്ലാം തുറന്ന് പറയും. കാരണം സംസാരിക്കാൻ മാളുവിനെ കാണുമ്പോൾ നമ്മൾ നിർത്തുവാട്ടെ അങ്ങനെ ഇല്ല, അതല്ല നമ്മൾ ഓപ്പൺ ആയിട്ട് പറയും. പക്ഷെ നമ്മളിപ്പോ എന്തെങ്കിലും പറഞ്ഞാലും അരമണിക്കൂർ കഴിയുമ്പോൾ അതങ്ങ് വിട്ട് വീണ്ടും നമ്മൾ പല രീതിയിലേക്ക്. കാരണം നമ്മൾ അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം. പറഞ്ഞത് ക്ലിയർ ചെയ്ത് പോകണം. അത് മനസ്സിൽ കിടന്ന് അങ്ങനല്ല. നമ്മൾ അത് പറയുമ്പോഴ ഞങ്ങൾ രണ്ടുമല്ല എല്ലാവരും കൂടി വിളിച്ചിരുത്തിയാ പറയുന്നത്. ഇവിടെ ഇപ്പൊ അബിക്കുട്ടൻ കുഞ്ഞാണെങ്കിൽ പോലും ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം അബിക്കുട്ടനും ഉണ്ട്. അവനും എല്ലാ കാര്യങ്ങളും അവനും അറിയാം. അങ്ങനെ അവനെ അങ്ങനെ കുഞ്ഞാന്ന് പറഞ്ഞ് മാറ്റിയെടുത്തു അങ്ങനൊന്നും ഇല്ല. എല്ലാ കാര്യങ്ങളും അവനും അറിയാം. ശരിക്കും പറഞ്ഞപ്പോ ഓപ്പൺ ഒരു അതെ അതെ എല്ലാരും. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മുടെ രാഹുൽ ചേട്ടൻ ഇൻവോൾവ് ആയിരിക്കുമല്ലോ. അതെ വിളിക്കാൻ എന്തെങ്കിലും വഴിയുണ്ട്? വീഡിയോ കോൾ വല്ലതും വിളിക്കാൻ? അപ്പൊ നമ്മള് രാഹുൽ ചേട്ടനെ വിളിക്കാൻ വേണ്ടി നോക്കി. പക്ഷെ ഡ്യൂട്ടിയിലാണ്. ചോദിച്ചായിരുന്നോ രാഹുൽ ചേട്ടനോട്? മെസ്സേജ് ചോദിച്ചു, രക്ഷയില്ല. അല്ലായിരുന്നെങ്കിൽ നമുക്ക് ചിലപ്പോ ഒന്ന് കേൾക്കാൻ പറ്റിയ രാഹുൽ ചേട്ടന്റെ അടുത്ത് ഒന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ സാരമില്ല, എന്തെങ്കിലും കുഴപ്പമില്ല. നമുക്ക് അടുത്ത തവണ അടുത്ത മറ്റവർക്കെല്ലാം കിട്ടിയായിരുന്നു. ആണ് അവർക്കെല്ലാം കിട്ടി. കിട്ടിയില്ല. അപ്പം അതുപോലെ തന്നെ ഇപ്പം ഈ കുക്കിംഗ് ഒക്കെ ചെയ്യണ സമയത്ത് ഇപ്പം എല്ലാരും കൂടെ ഒരുമിച്ചല്ലേ ചെയ്യണേ? അപ്പൊ നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാറുണ്ടോ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തില്? ഇല്ല, നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയും. നമ്മൾ ശ്രദ്ധിക്കണം. ഒരു പാത്രം എടുത്താൽ തന്നെ അതിനകത്തൊരു കരട് പോലും കാണാൻ പാടില്ല. പ്രത്യേകിച്ച് ഈ ഫോണെന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിക്കുന്ന അത് കണ്ടുപിടിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഫുഡിൻ്റെ കാര്യത്തിൽ കൃത്യമായിരിക്കണം എന്ന് പറയും. അല്ലാണ്ട് നിങ്ങൾ തമ്മിൽ ഇതിങ്ങനെ ചെയ്താൽ മതിയോ അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്താൽ മതിയോ അങ്ങനെ ഒന്നും ഒരു അഭിപ്രായ വ്യത്യാസം അമ്മയ്ക്ക് ഇല്ല. മാളൊന്നും ചോദിക്കും, അഭിപ്രായം ചോദിക്കും. ഇത്ര മതിയാ മുളക് പൊടി ഇത്ര മതിയാന്നൊക്കെ ചോദിക്കും. ചീരയില കൊണ്ട് മത്തി പൊതിഞ്ഞ് വറുത്തായിരുന്നു. അപ്പൊ എത്ര ഇല വേണമെന്ന് ചോദിച്ചു. അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഉള്ളിൽ തോന്നിയാൽ നമ്മൾ ചോദിക്കും. അപ്പൊ ഏട്ടൻ ആലോചിക്കും അത് വെച്ച് നമുക്ക് എന്തെങ്കിലും റെസിപ്പി ചെയ്യാൻ പറ്റുമോ. അങ്ങനെ റെസിപ്പി എല്ലാം രാഹുൽ ചേട്ടനോട് പറഞ്ഞിരുന്നു. അതെ. അപ്പൊ അമ്മയുടെ സ്വന്തമായിട്ടുള്ള റെസിപ്പീസ് ഒന്നും ഇവിടെ ഉപയോഗിക്കാറില്ല. അമ്മ ഉണ്ടാക്കുന്ന രീതിയിലുള്ള റെസിപ്പീസ് ഉണ്ടാവുമല്ലോ. അമ്മ ഉണ്ടാക്കുന്ന ഇപ്പൊ പണ്ട് കാലം തൊട്ട് അമ്മ ഉണ്ടായിക്കൊണ്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷേ ഇത് പുതിയ തലമുറയല്ലേ. അതെ, പക്ഷെ നമ്മളിപ്പം വെറൈറ്റി ഫുഡിനോടല്ലേ താല്പര്യം. നമ്മളെന്തെങ്കിലും പറയാം നമുക്കത് കിട്ടി ചെയ്യട്ടെ. അല്ലല്ല ഞാൻ പറയാം അങ്ങനെ. അമ്മ ശരിയാണ്ട് ഫ്രൂട്ട്സ് ഒക്കെ വീട്ടിൽ മേടിച്ചോണ്ട് വരുവാണെങ്കിൽ ചോദിക്കും, ഏട്ടാ ഇന്നതുണ്ട് നമുക്ക് ഇത് വെച്ച് ഇന്നത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പൊ ഏട്ടൻ ഒന്ന് ആലോചിച്ച് കുറച്ച് കഴിയുമ്പോൾ പറയും അത് വെച്ച് ഇന്നത് ചെയ്യാൻ പറ്റുമെന്ന് പറയും. അങ്ങനെ അങ്ങനെ എന്ത് നമ്മൾ ചെയ്യുമ്പോഴും അപ്പൊ അവിടെ ഒരു രാമചേട്ടനോട് ഒരു അഭിപ്രായം നമ്മൾ ചോദിക്കും. വലിയൊരു ഓല കിട്ടിയായിരുന്നു അപ്പുറത്തെ വീട്ടിൽ. അപ്പൊ ചോദിച്ചാൽ പറഞ്ഞു ഓല അട ഉണ്ടാക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഓലയുടെ ഉണ്ടാക്കിയായിരുന്നു. അങ്ങനെ പറഞ്ഞു കൊടുക്കും. നമ്മുടെ വീട്ടിലൊരു പ്രത്യേക വേറെ എന്തെങ്കിലും വെറൈറ്റി വന്നാൽ നമ്മൾ വിളിക്കും. വോയിസ് മെസ്സേജ് ഇട്ടിട്ട് പറയും, മോനെ ഇങ്ങനെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്, നിൽക്കി ഞാൻ വെയിറ്റ് എന്ന് പറയും. അരമണിക്കൂർ കഴിഞ്ഞ് റിപ്ലൈ തരും, തുടങ്ങിക്കൊള്ളാൻ പറഞ്ഞു പരിപാടി. അങ്ങനെ ഗ്രീൻ ആപ്പിള് മരുമം കൊണ്ടുവന്നു. അപ്പൊ അച്ചാറിട്ടോളാൻ പറഞ്ഞു. അച്ചാറിട്ടായിരുന്നു. നല്ല സൂപ്പറാണ്. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഫുഡാണ്. എപ്പോ വന്നാലും ഇവിടെ കിടില ഫുഡ് കഴിക്കാൻ പറ്റും തോന്നുന്നു. കാരണം എല്ലാ ദിവസവും അപ്പൊ എന്തെങ്കിലും മാത്രമേ ഉള്ളൂ ഞങ്ങൾ ചെയ്യാറുണ്ട്.
സവോള പായസം നല്ലായിരുന്നു, സവോള പായസം. പിന്നെ നമ്മുടെ മറ്റേ ചക്കയുടെ അല്ല ചക്കപ്പായസം, ചീമച്ചക്ക പായസം നല്ലതാ കേട്ടോ. അത് അവർക്ക് കൊടുത്ത അവർക്ക് എല്ലാം ശരിയാക്കി കൊടുത്തു. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഇനി ചെയ്യണമെന്ന് വെച്ചിട്ട് ചെയ്യാണ്ടിരുന്ന വല്ല റെസിപ്പി ഉണ്ടോ? ആലോചിച്ചിട്ട് ഇങ്ങനെ ഇത് അമ്മ ഇങ്ങനെ ചെയ്യണം, ഇത് ചെയ്യണമായിരുന്നു നമ്മളെന്ന് വിചാരിച്ചു, പക്ഷെ ചെയ്യാൻ പറ്റിയില്ല. നമ്മള് റംബൂട്ടാന്റെ ഒരു പ്ലാൻ ചെയ്യുന്നു. റംബൂട്ടാന്റെ ഒരു പായസം ഇങ്ങനെ ചെയ്യണോന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ നമ്മളത് ചെയ്തില്ല ഇതുവരെ. പായസം അത് വരും, പ്രതീക്ഷിക്കാം. കാരണം ഇപ്പൊ ഈ വവ്വാലൊക്കെ പ്രശ്നമുള്ളത് കൊണ്ടേ അത് കാരണം നമ്മളത് അത്ര ഇച്ചിരി ഒന്ന് ബ്രേക്ക് ആക്കിയിരിക്കുക. റംബൂട്ടാൻ പായസം ഉണ്ടാകും, തർക്കമില്ല. ഇവര് രണ്ടും ഭയങ്കര സപ്പോർട്ടീവ് ആണെന്ന് എനിക്ക് തോന്നുന്നു. യൂട്യൂബ് ചാനലില് മാളുവിനെക്കാട്ടും കുറച്ചുകൂടി ആക്റ്റീവ്. നമ്മൾ ഇവർക്കൊരു ഇത് കൊടുക്കുമല്ലേ, ഇവര് കേറി വരട്ടെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാളുവിനെ ആലോചിക്കാറുണ്ടോ ഭയങ്കര കിടിലനായിട്ടുള്ളൊരു അച്ഛനും അമ്മയാണ് കിട്ടിയത്? കാരണം ഇവര് ഭയങ്കര പ്രൗഡാണ് മാളുവിനെ ഇവിടെ കുടുംബത്തിലേക്ക് ഉണ്ടായത്. അപ്പൊ മാളു ഇങ്ങനെ ആലോചിക്കലുണ്ട്, ദൈവം കിടിലനായിട്ടുള്ള ഒരു അച്ഛനും അമ്മേനാണല്ലോ നമുക്ക് കിട്ടിയത്. അത് അബിക്കൊട്ടനാണെങ്കിലും ഫാമിലി ഭയങ്കര നല്ലതല്ലേ. അപ്പൊ അങ്ങനെ എപ്പോഴെങ്കിലും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ കിടിലനാണല്ലോ ദൈവം, ഇത് കറക്റ്റ് ഞാൻ നല്ലൊരു കുടുംബത്തിലാണല്ലോ പറഞ്ഞത്? ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ തന്നെ അച്ഛനും അമ്മ എന്നെ കാണാൻ വന്ന് ഞങ്ങൾ അന്നോട്ട് വിളിക്കുകയൊക്കെ ചെയ്തപ്പോഴേ എനിക്ക് മനസ്സിലായി ഓക്കെ ആണെന്നുള്ളത്. സാധാരണ എല്ലാവരും കുറച്ച് നാള് കഴിയുമ്പോഴാണ് ഐഡിയ കിട്ടുന്നത്, പക്ഷെ അന്ന് തൊട്ടേ എനിക്ക് മനസ്സിലായി അച്ഛനും അമ്മയും ഒക്കെ എല്ലാരും ഓക്കെയാണ്. അളിയനൊക്കെ ആണെങ്കിൽ എല്ലാരും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാ. അങ്ങനെ ഞാൻ എങ്ങും കണ്ടിട്ടില്ല അങ്ങനെ ഒരു ഫാമിലി. എനിക്കത് ഭയങ്കര ഇതായിട്ട് തോന്നുന്നുണ്ട്, ഭയങ്കര സന്തോഷമുണ്ട് അതില് ഇങ്ങനെ ഒരു ഫാമിലി വന്നതില്. ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്, നമുക്ക് നല്ലൊരു കൊച്ചിനെയാണല്ലോ നമുക്ക് തന്നത് നമ്മുടെ മോന്. സത്യം. അപ്പൊ ആദ്യം കണ്ടപ്പോ എന്തായിരുന്നു തോന്നി? ആദ്യമായിട്ട് മാളുവിനെ കാണുമ്പോ നമുക്ക് അന്നേരം തോന്നി നമ്മുടെ മോന് പറ്റിയൊരു പെണ്ണാണ്. നല്ല സംസാരം, നല്ല ചിരി, സുന്ദരിയാണ്, കുഴപ്പമില്ല, വിദ്യാഭ്യാസം എല്ലാം കൊണ്ട് നോക്കുമ്പോ നമ്മുടെ മോന് പറ്റുകയെന്ന്. വിദ്യാഭ്യാസത്തിന്റെ കാര്യം പറയുമ്പോൾ MBA കാരിയാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. അതേ ചെറിയ ചില്ലറക്കാരിയൊന്നും അല്ല, MBA കാരിയാണ് ഇവിടെ നമ്മുടെ മുന്നിലിരിക്കണം. MBA ആയിട്ട് മുമ്പോട്ട് പോകാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ ഇനി? ഞാന് പുറത്തോട്ട് പോകാൻ വേണ്ടി നോക്കുകയാണ്. ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ പോണോന്ന് എനിക്ക് താല്പര്യമില്ല. എനിക്ക് അച്ഛന്റെ അമ്മയുടെ കൂടി ഇങ്ങനെ പോകണ്ടെന്ന്. രാമചേട്ടൻ ഇതെല്ലാം കേൾക്കണ്ടോ? ഏട്ടനോട് അറിയത്തില്ല, ഏട്ടനോട് പറയാൻ ഞാൻ വരുമെന്ന് പറയാം, പക്ഷെ ഇവിടെ ഞാൻ അച്ഛനോട് പറയാം ഞാൻ പോകും. ഞാൻ പറഞ്ഞു പോയാൽ ഞങ്ങളുടെ വീട് ഉറങ്ങും. രണ്ടുപേരും മൂത്തോട് മൂന്ന് നോക്കി നിൽക്കണം ഞങ്ങൾ രണ്ടുപേരും കൂടെ. ആരും ഇല്ലല്ലോ മിണ്ടാനൊന്നും. മാള് വന്നിട്ട് സന്തോഷവും ചിരിയുമല്ല. അല്ല, ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളെ കേട്ടി ഉപരി ഇവര് രണ്ടുപേരും ഹാപ്പിയാണ്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവരിപ്പോ പറന്നു നടക്കേണ്ട സമയമാണ്, അവര് പറക്കട്ടെ. അപ്പൊ അച്ഛൻ പറയുന്നത് പൊക്കോട്ടെ എന്നാണോ? ആയിക്കോട്ടെ, കാരണം അവർക്ക് തമ്മിൽ ഒരു അവർക്ക് അവിടെയും വീഡിയോ എടുക്കാം, അതിനകത്തൊരു മിസ് ചെയ്യത്തില്ലേ? പോട്ടെ, എന്നാലും അതുങ്ങൾ നല്ല രീതിയിൽ വരുമല്ലോ. അതുങ്ങള് ജനം അറിയുന്നു. അവര് രണ്ടുപേരും കൂടി ആകുമ്പോ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. ഒരാള് വരണം നോക്കാം, വേറൊരാൾ അടുത്ത് വരണം നോക്കാം. അപ്പം 2 വീഡിയോ വീഴും ഒരു ദിവസം. അത് ശരിയാ, നമ്മുടെ ജോലിയുടെ കൂടെ ഒരു സൈഡ്. പക്ഷെ എന്നാലും എനിക്ക് എങ്ങോട്ട് തിരിയണമെന്ന് അറിയത്തില്ല. എനിക്ക് ഇവിടെ ഇഷ്ടമാ, അവിടെ ഇഷ്ടമാ, അവിടെ പോകാൻ പറ്റുന്ന കൊടുക്കത്തുള്ളൂ. അത് വേറെ സത്യല്ലേ, എല്ലാ ഈശ്വര നിശ്ചയം. മോൻ അവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ സ്കൂൾ അടച്ചിരിക്കുക, അതുകൊണ്ട് ഉടനെ തന്നെ ചിലപ്പം തണുപ്പായതുകൊണ്ട് എങ്ങാണ്ട് കാണും ഇല്ല മഴ. അതുപോലെ തന്നെ അമ്മ നേരത്തെ പറഞ്ഞു അച്ഛന് ആദ്യം മാളുവിനെ കണ്ടപ്പോ എന്തായിരുന്നു അച്ഛന് മനസ്സിൽ? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, സൗന്ദര്യമോ മറ്റൊന്നും അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ മോന് ഉത്തമയായ ഒരു പെൺകുട്ടിയെ വേണം, ഇതാണ് നമ്മുടെ ഐഡിയ. അല്ലാതെ വേറെ ഒന്നും അവരുടെ ബാക്ക്ഗ്രൗണ്ടോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാം ഈശ്വര നിശ്ചയമാണ്. നമുക്ക് ഒരു പ്രശ്നമില്ല നമുക്ക്. അത് ഏത് കുട്ടിയെ കിട്ടിയാലും നമ്മൾ അങ്ങനെ തന്നെ ആയിരുന്നു സങ്കല്പിച്ചോണ്ട് നീങ്ങിയത്. പിന്നെ ഭാഗ്യം മാളൂര് വന്ന് കിടക്കുന്നു. അതുപോലെ തന്നെ നമ്മളിപ്പം യൂട്യൂബ് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം ആൾക്കാർ ചോദിക്കണായിരിക്കും യൂട്യൂബ് ഇൻകം. ആദ്യം തന്നെ ആൾക്കാരുടെ ഇതായിരിക്കും, യൂട്യൂബിൽ 1,00,000 ഇപ്പോൾ 1,77,000 സബ്സ്ക്രൈബേഴ്സ് ആണുള്ളത്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും വീഡിയോസൊക്കെ ഇങ്ങനെ നല്ല വ്യൂസിലാണ് പോണത്. അപ്പോൾ ആൾക്കാർ ഉടനെ വരുന്നതാണ് എത്രയായിരിക്കും യൂട്യൂബ് ഇൻകം അങ്ങനെ. അപ്പം ഈ നമ്മൾ ആദ്യമായിട്ട് കിട്ടിയൊരു ഇൻകം ഉണ്ടാവില്ല, ആ ഇൻകം വെച്ചിട്ട് മേടിച്ച അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവം അല്ലേ ഫസ്റ്റ് ഇൻകം കിട്ടുക എന്ന് പറയുന്നത് യൂട്യൂബ് വഴി. അപ്പം അതുവഴി മേടിച്ചതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ? ഇൻകം വെച്ച് ആദ്യം നമുക്ക് അബിക്കുട്ടിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെലവാക്കിയത്. അബിക്കുട്ടിന്റെ സ്കൂൾ തുറക്കുന്ന സമയമായിരുന്നു, അപ്പൊ അത് അവന് വേണ്ടി ആദ്യം അത്
അവന്റെ കാര്യങ്ങൾക്ക് വേണ്ടി വന്നു. എന്ത് സ്കൂളിലേക്കുള്ള സംഭവങ്ങൾ? അവന്റെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളും അങ്ങനെ. അബിക്കുട്ടൻ ഇവിടുത്തെ ഒരു മെയിൻ താരമാണ് കേട്ടോ. അബിക്കുട്ടന്റെ വീട് ഇവിടെ കുറച്ച് ദൂരമല്ലേ ഉള്ളൂ? എത്ര ദൂരം? കുറച്ച് ദൂരം. എത്ര ദൂരമുണ്ട്? കുറച്ചുണ്ട്. പക്ഷെ എന്നാലും ഇവിടെ തന്നെ തോന്നുന്നു. ആ ഇവിടെ ഇഷ്ടമാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ. ഇഷ്ടമാ. അപ്പൊ വീട്ടില് എപ്പോഴും നീ അവിടെയാണല്ലോ എന്ന് വല്ലതും പറയാറുണ്ടോ? ഇല്ല. അബിക്കുട്ടൻ തരുള്ളൂ. അപ്പൊ ഇവിടെ എന്താ മാമിയിലെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവം എന്താണ്? ആണ് ഇവർ രണ്ടും ഭയങ്കര കൂട്ടാ. ഭയങ്കര എന്താണ് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവം നിങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ളപ്പോ? അത് മാമിയുടെ സ്നേഹം തന്നെ. ഷോ അല്ലാണ്ട് ഇപ്പം സ്നേഹം എന്തായാലും മാമിക്ക് സ്നേഹമുണ്ട്, അബിക്കുട്ടനും മാമിയുടെ സ്നേഹമുണ്ട്. പക്ഷെ നമ്മള് മാമിക്കുട്ടൻ ഇങ്ങനെ നമ്മൾ എപ്പോഴും ഒരുമിച്ച് ഉണ്ടാവണം നമുക്ക് തോന്നുമ്പോൾ നമുക്ക് തോന്നില്ല മാമീന്റെ കൂടെ പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ് എന്താണ് അങ്ങനെ നമ്മൾ ഇപ്പൊ വീഡിയോസ് ഒക്കെ അല്ലാണ്ട് മാമി നല്ല രസമാണെന്ന് തോന്നുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ളപ്പോ എന്തൊക്കെയാ ചെയ്യാറ്? ഞങ്ങൾ ഒരുമിച്ചുള്ളപ്പോ കളിക്കും. അവനൊരു കൂട്ടുകാരിയെ പോലെ എന്നെ കാണുന്നത്. അപ്പൊ ആ ഒരു ഞങ്ങൾ അങ്ങനെ മാമി മോനെന്നുള്ള ഒന്നുമേ ഇല്ല. ഫ്രണ്ട്സ് ആയിട്ട് ഇപ്പം അവൻ ആർക്കും കൊടുക്കാത്തത് വരെ അവൻ എനിക്ക് തരും. അങ്ങനെ അവന്റെ ഒരു ക്യാരക്ടർ. അപ്പൊ സ്വന്തം ചേച്ചി പോലെയാണോ? മാമി പോലെയൊന്നും അല്ല, സ്വന്തം ചേച്ചി പോലെ. കൂട്ടുകാരി. നിങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സ് ആണോ? ഫ്രണ്ട്സ്. അപ്പൊ ഇവിടെ വീട്ടിൽ വരുന്ന സമയത്താണെങ്കിൽ കുക്കിങ്ങിന്റെ സമയത്ത് നിൽക്കുമ്പോ അബിക്കുട്ടൻ ഇങ്ങനെ വെയിറ്റിംഗ് ആണോ ഓരോ ഫുഡ് ഐറ്റംസ് കഴിഞ്ഞിട്ട് അത് കഴിക്കാൻ വേണ്ടിട്ട്? അതെ. അപ്പൊ ഈ ഫുൾ അടിപൊളിയാണോ? ടേസ്റ്റ് ഒക്കെ ശരിക്കും ഉള്ളതാണോ? ടേസ്റ്റ് ഒക്കെ അല്ല നല്ലതാ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞപ്പോ നിങ്ങൾ ഇവിടെ എല്ലാ ദിവസവും വീഡിയോ എടുക്കില്ലേ? എല്ലാ ദിവസവും പുതിയ പുതിയ ഫുഡ് ഐറ്റംസ് ആണ് വരുന്നത്. അപ്പൊ എല്ലാ ഇത് ചിന്തിക്കുന്നതൊക്കെ രാഹുൽ ചേട്ടനാണ്. പിന്നെ രാഹുൽ ചേട്ടനൊന്ന് കാണണമായിരുന്നു സത്യം പറയുകയാണെങ്കിൽ. അപ്പൊ എന്തായാലും നിങ്ങളുടെ കൂടെ വന്ന് ഇവിടെ വന്ന് സംസാരിക്കാൻ പറ്റിയതിൽ വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ പറ്റിയതിലൊക്കെ ഒത്തിരി സന്തോഷമാണ്. ഇവിടെ നമ്മള് കാണാത്തോണ്ടായിട്ടുള്ള അച്ഛനും അമ്മയൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്, കിടിലനായിട്ട് ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. അച്ഛൻ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ ഒരു വലിയ ഡയലോഗൊക്കെ അടിച്ചിട്ടിരിക്കുകയാണ്. അപ്പം നല്ല രസമാണ് ഇവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്തായാലും രാഹുൽ ചേട്ടൻ വരുന്ന സമയത്ത് ഒരു പ്രാവശ്യം കൂടെ നമ്മൾ കാണാൻ വേണ്ടി വരാൻ പറ്റട്ടെ എന്ന് ആലോചിക്കുന്നു. അപ്പം ഒത്തിരി അധികം ആശംസകൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.